2024 മാർച്ച് 20-നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്തുള്ള മുണ്ടിക്കൽ താഴം എന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന ഈ ഹേമചന്ദ്രനെ കാണാതാകുന്നത്. സുൽത്താൻ ബത്തേരി സ്വദേശിയാണ്. പലയിടത്തായി വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. 2024 ഏപ്രിൽ 1-ന് മെഡിക്കൽ കോളേജ് പോലീസ് ഒരു മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തു. അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിൽ ഈ ഹേമചന്ദ്രൻ ചില സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയതായി വ്യക്തമായി. മാത്രമല്ല, ഈ സാമ്പത്തിക തട്ടിപ്പിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും ഇദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയി അപായപ്പെടുത്തിയതാണോ എന്നുള്ള സംശയം പോലീസിന് വന്നു. മാത്രമല്ല, ഒരുപക്ഷെ ഇദ്ദേഹം മാറി നിന്നതാണോ എന്നുള്ള സംശയവും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പോലീസ് അന്വേഷണത്തിൽ ഈ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതാണ് എന്ന് വ്യക്തമായത്. അങ്ങനെയാണ് രണ്ടുപേരെ കസ്റ്റഡിയിലെടുക്കുന്നത്. സുൽത്താൻ ബത്തേരി സ്വദേശികളായ ജ്യോതിഷ് കുമാറിനെയും അതുപോലെ അജീഷിനെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇവിടെ എത്തി പരിശോധന നടത്തുകയായിരുന്നു. രാവിലെ മുതൽ തന്നെ വലിയ സന്നാഹത്തോടെ കേരള പോലീസും തമിഴ്നാട് പോലീസും പ്രദേശത്തെത്തി. അങ്ങനെയാണ് ഈ പ്രദേശവാസികളൊക്കെ ഈ സംഭവത്തെക്കുറിച്ച് അറിയുന്നത്. ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയ പ്രതികളിൽ ഒരാളായ അജീഷുമായാണ് കേരള പോലീസ് സംഘം കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് ഈ തമിഴ്നാട്ടിലെത്തുന്നത്. ചേരമ്പാടിക്കടുത്ത് കാപ്പിക്കാട് വനമേഖലയിൽ അജീഷ് കൃത്യമായി ഈ സ്ഥലം കാണിച്ചു കൊടുക്കുകയായിരുന്നു. എവിടെയാണ് മൃതദേഹം മറവ് ചെയ്തത് എന്ന് കൃത്യമായി കാണിച്ചു കൊടുക്കുകയായിരുന്നു. ആ സ്ഥലത്ത് കുഴിച്ചപ്പോഴാണ് മൃതദേഹം വീണ്ടെടുക്കാൻ കഴിഞ്ഞത്. ഇത്രയും കാലപ്പഴക്കമുണ്ടെങ്കിലും അത്രയധികം മൃതദേഹം അഴുകിയിട്ടില്ല എന്നാണ് പോലീസും അതുപോലെ ആ കൂടെ ഉണ്ടായിരുന്ന ജോലിക്കാരുമൊക്കെ സ്ഥിരീകരിക്കുന്നത്. കോഴിക്കോട് പോലീസൊക്കെ വന്നിരിക്കണ്. അപ്പോൾ ഇവിടുന്ന് ഫോറസ്റ്റും ഞങ്ങൾ വന്ന് നോക്കി. ഇങ്ങനത്തെ ഒരു വണ്ടിയിൽ വലിയ ഒരാളെ ചെറിയൊരു പയ്യനെ കൊണ്ടുവന്നു. ഓനെ ഇവിടെ കൊന്നിട്ടെന്ന് പറഞ്ഞ് സ്ഥലം കാണിച്ചു. അവിടെ ബോഡി എടുത്തിപ്പോൾ ബോഡി ഇപ്പോൾ ഡോക്ടർ തമിഴ്നാട് ഡോക്ടർ വരണം, വന്ന് നോക്കി നിൽക്കുക. ഡോക്ടർ വന്നാൽ ബോഡി കോഴിക്കോട് കൊണ്ടുപോകും. കൊല്ലപ്പെട്ടവൻ ബത്തേരിക്കാരനാണ്. ഒരുപാട് സ്ഥലത്ത് താമസം മാറ്റി ലാസ്റ്റ് കോഴിക്കോട് നിന്ന് അവൻ്റെ ഭാര്യയാണ് കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഭർത്താവ് കാണാനില്ലെന്ന്. അങ്ങനെയാണ് ഒരു അക്വസ്റ്റ് കിട്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ മൂപ്പറാൻ ബോഡി ഇവിടെ കുളിച്ചിട്ട് കാണിച്ചു കൊടുത്തത്. പ്രതി ഇവിടെ ഒരുപാട് ആന ശല്യമാണ്. എങ്ങനെയാണ് ഇവിടെ കൊണ്ട് കുളിച്ചിട്ടെന്ന് അറിയില്ല. ഞങ്ങൾ കൂടി ഇവിടെ 40-45 വർഷമായി ഇവിടെ വന്നിട്ട് ഇവിടെ കാട്ടിൻ്റെ ഇറക്കില്ല. ഈ കാട്ടിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് കൊണ്ടുപോയത് അറിയില്ല. ആദ്യഘട്ടത്തിൽ തമിഴ്നാട് ഫോറൻസിക് സംഘം കരുതിയിരുന്നത് ഈ സ്ഥലത്ത് നിന്ന് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹ അവശിഷ്ടങ്ങളാണെങ്കിൽ അങ്ങനെ കൈമാറാമെന്നായിരുന്നു. പക്ഷേ വിശദമായ പോസ്റ്റ്മോർട്ടം വേണം എന്നുള്ളത് കൊണ്ടാണ് ഊട്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. എന്തായാലും കേരള പോലീസ് സംഘം രാവിലെ മുതൽ പ്രതിയുമായി എത്തി നടത്തിയ തെരച്ചിലിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. അതോടൊപ്പം തന്നെ തമിഴ്നാട് പോലീസും തമിഴ്നാട് വനംവകുപ്പും തമിഴ്നാടിൻ്റെ ഫോറൻസിക് സംഘവുമൊക്കെ ഈ നടപടികളിൽ പങ്കെടുത്തു. എന്തായാലും കൊലപാതകമെന്ന് പൂർണ്ണമായും തെളിഞ്ഞ മൃതദേഹം പോലീസ് വീണ്ടെടുത്തിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം നടപടി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം. ഊട്ടി മെഡിക്കൽ കോളേജ് ഏകദേശം തിരിച്ചറിയാൻ പറ്റുന്നു. പക്ഷേ നമുക്ക് ഇത്ര കലപ്പഴങ്ങുന്ന ബോഡിയാണ്. അതിന് കാര്യങ്ങൾ നമുക്ക് നോക്കിയേ പറയാൻ പറ്റൂ. മറ്റു കാര്യങ്ങൾ കൂടുതലായിട്ട് മറ്റു പ്രധാന കാര്യങ്ങൾ കമ്മീഷൻ ഇനി പോസ്റ്റ്മോർട്ടവും മറ്റ് നടപടിക്രമങ്ങളുമാണ് ബാക്കിയുള്ളത്. അത് കഴിഞ്ഞായിരിക്കും കേസിന്റെ മറ്റ് നടപടികളിലേക്ക് കടക്കുക. 2 പ്രതികളാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഒരു പ്രതി വിദേശത്തേക്ക് കടന്നതായി പോലീസ് സംശയിക്കുന്നുമുണ്ട്. തമിഴ്നാട് നീലഗിരി ജില്ലയിലെ ചേരമ്പാടിയിൽ നിന്നും ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്.